കായംകുളം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി. 1.21 കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി കിഫ്ബി ഫണ്ട് വിനിയോഗിച്ചാണ് കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. 1.21 കോടി രൂപയാണ് നിർമ്മാണത്തിനായി വിനിയോഗിക്കുക. യു പ്രതിഭ MLA കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. ആ ഓരോ വികസനത്തിൻ്റെ പിന്നിലും അനുഭവിക്കുന്ന ഒരു പെയിൻ ഉണ്ട്. അതൊരു പക്ഷേ നിങ്ങളൊക്കെ ഇതുപോലെ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ മാത്രമേ, പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല, വരുമ്പോൾ മാത്രമേ നമുക്കത് പിടികിട്ടുകയുള്ളൂ. കാരണം ആൾക്കാർ നോക്കുമ്പോൾ ഇപ്പം ഞാൻ ഈ ബജറ്റിൽ പറഞ്ഞ് 10 കോടി അനുവദിച്ചു എന്ന് പറഞ്ഞു. ഒരുപക്ഷെ ഇവിടുത്തെ PTA പ്രസിഡൻ്റൊക്കെ താമസിക്കുന്ന ആ പ്രദേശമാണ് ഏറ്റവും കൂടുതൽ വിവാദം ഉണ്ടായിട്ടുള്ള 2 റോഡുകൾ. കാണുമ്പം നമുക്ക് തന്നെ അതിൽ പോകുമ്പോൾ നാണക്കേട് വരും. പക്ഷെ അതിന് ഫണ്ട് അനുവദിച്ചിട്ട് 1 വർഷമായി. ഓരോ പരിശോധനകൾ, പ്രോസസ്സിങ്ങുകൾ, ഇതെല്ലാം വരും. ഇപ്പം ഞാൻ പറയും, നമ്മുടെ ദേശീയപാതയുടെയൊക്കെ നമ്മൾ എന്തെങ്കിലും ചെയ്യണേ നമ്മൾ അറസ്റ്റിലാവും. ദേശീയപാതയിൽ ഞാൻ ചെന്ന് ദേശീയപാത കുത്തിയിരുന്ന എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. ദേശീയപാതയിൽ ഞാൻ ഒരു കുഴിയെടുത്താൽ എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. പക്ഷെ ഞാനൊരു വേസ്റ്റ് ഇട്ടാൽ എന്നെ അങ്ങനെ അറസ്റ്റ് ചെയ്യത്തില്ല, അല്ലേ? നഗരസഭാ കൗൺസിലർ പ്രമീള ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർമാരായ A.N. നസീർ, ഷാമില അനിമോൻ, PTA പ്രസിഡന്റ് അനികർ S, വൈസ് പ്രസിഡന്റ് അനസില്ലിക്കുളത്ത്, MBTA പ്രസിഡന്റ് വിനീത, പ്രിൻസിപ്പൽ ഡോക്ടർ ബിജു ജോൺ, പ്രഥമാധ്യാപിക ജസീന J, R മധു എന്നിവർ പങ്കെടുത്തു. കിലയ്ക്കാണ് നിർമ്മാണ ചുമതല. എത്രയും വേഗം നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാൻ വേണ്ട നിർദ്ദേശം നൽകിയതായി MLA പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കായംകുളം.